ആദ്യത്തെ ആ വന്ന സമയത്ത് ഭയങ്കര കുക്കിംഗ് ഒക്കെ ആയിരുന്നു. ഇല്ല, ഭയങ്കര കുക്കിങ്ങിനൊന്നും സമയം കിട്ടില്ല. ചായയൊക്കെ തിളപ്പിക്കും ഇപ്പോഴും. ഞങ്ങൾ ഇതുവരെ ഒരു ചായ പോലും കിട്ടിയിട്ടില്ല. ചായ കിട്ടണമെങ്കിൽ അമ്മിച്ച് തന്നെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് ചായ വെക്കാൻ അറിയില്ലേന്ന്. എനിക്ക് ചായ വെക്കാൻ അറിയാം. പാലില്ല, ഇവിടെ ഒന്നുമില്ല. എന്തെങ്കിലും ആട്ടെ, നീ ഇതൊക്കെ തുറന്നു കർത്താവേ, അതിനകത്തൊക്കെ എന്തൊക്കെയാണ്. 500 രൂപ. അതാ ഞങ്ങൾ എവിടെ തുറന്നാലും പൈസ വയ്ക്കും. എവിടെ തുറന്നാലും പൈസ കിട്ടുന്ന ഒരു പ്രത്യേക വീടാണ് ഇത്. സത്യത്തില് ഒരു ചേച്ചി വന്നിട്ടുണ്ട്, ആ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. എങ്ങാനും ഞാൻ കുളിക്കാൻ കയറിയാലോ അതിന് ഇവിടെ തുറന്നിട്ട് എടുക്കാലോ. ഇതെന്താ ചേച്ചി ഇത്? അത് മറ്റേ ചോപ്പറൊക്കെ. ഈ പിടിയൊന്നും ഊരിയിട്ട് പോലും ഇല്ല. ചോപ്പർ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന ചോപ്പർ. പക്ഷെ ഞാനൊന്നും ഉപയോഗിക്കാറില്ലടാ. ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടില്ല. നമ്മള് ഒരു സെലിബ്രിറ്റീസിന്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ വന്നായിരുന്നേ. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ആണോ? അങ്ങനെയൊന്നുമില്ല, എല്ലാം മാസ്റ്ററാ. എത്ര ബെഡ്റൂം ഉണ്ട്? 3, 2 മേളിൽ, ഇവിടെ താഴെ. ശരിക്കും ഇത് അമ്മച്ചിക്കും പപ്പയ്ക്കും വേണ്ടിട്ട്. അവരിവിടെ വന്ന് കിടക്കാറൊക്കെ ഉണ്ടോ? 1-2 പ്രാവശ്യം കിടന്നിട്ടുള്ളൂ. ഞാനും അത്രയൊക്കെ കിടന്നിട്ടുള്ളൂ. ചേച്ചി എന്തോ ഈ ഡോറ് നല്ല ഭംഗിയുണ്ടല്ലോ. പുള്ളിയുടെ ഐഡിയകളായിരിക്കും. അല്ല, ഇതൊക്കെ ഞങ്ങള് എന്റെ അമ്മയെ ഇനി തിരയാനായിട്ട് വേറെ സ്ഥലമില്ല. ഞാൻ എങ്ങാണാത്ത ഡോറ് വെക്കാൻ വേണ്ടിട്ട് എന്തോരം അലഞ്ഞെന്നറിയോ. ഇപ്പഴാണ് ശ്രദ്ധിച്ച കയറി വരുന്ന ഡോറും അത് തന്നെയാണ്. ഇതൊക്കെ എവിടെ വാങ്ങിച്ചതൊക്കെ? ഇതൊക്കെ നമ്മള് കസ്റ്റമൈസ് ചെയ്തതാ. നമുക്ക് ഇവിടെ ഒരു പട്ടിമറ്റെന്ന് പറഞ്ഞ സ്ഥലത്ത് ഡോറിന്റെ ഒരു ഇതുണ്ട്, അവര് ചെയ്തു തന്നത്. ഇപ്പോഴാണ് ഞാൻ ഈ ടൈലൊക്കെ ശ്രദ്ധിച്ചത്. നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് നല്ല ഭംഗിയുണ്ടെന്ന് പറയുമ്പോ എനിക്ക് അറിയാതെ കണ്ണെന്നറിയും. അതെന്താ? അത് ഞാൻ ടൈലെടുക്കാൻ വേണ്ടിട്ട് പോയപ്പോഴേ ഇത് അവിടെ ഇങ്ങനെ അനങ്ങാതിരിക്കുവാണേ. ഒരാവശ്യമില്ല. അപ്പൊ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ എനിക്ക് അലക്കുലത്തെ കളറൊക്കെ ഇഷ്ടം. ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞ എന്തായാലും 3-4 എടുക്കാം, എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കാന്ന് പറഞ്ഞ് എടുത്തതാ. അപ്പൊ ഇന്റീരിയർകാരൻ ചോദിച്ചു ഇത് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോ അയാൾ ചോദിച്ചു ഇത് എന്തിനെടുത്തിട്ടാ, ഇത് നമ്മുടെ കളർ ടൂണായിട്ട് ചേരുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിനകത്ത് യെല്ലോ ഒക്കെ ഉണ്ട്, എവിടെയെങ്കിലും വെക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തതാ. പക്ഷെ കൊണ്ടുവന്നതാണല്ലേ. ഓക്കെ, ഇനി നമുക്ക് മുകളിലേക്ക് പോകണം. എന്താ വിശേഷം നോക്കാം. മുകളിൽ പോകുമ്പോഴും നമ്മളൊരു ചെടിയെ അനാഥനായിട്ടിരിക്കുന്നുണ്ട്. വല്ലപ്പോഴും കുറച്ച് ചെടി വെള്ളമൊക്കെ ഇന്ന് പോണേന് പിന്നെ ഞാൻ ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പോകുന്നുണ്ട്. ചേച്ചി ഈ ലൈറ്റേ ഇത് എന്താ ചേച്ചിയുടെ ഉദ്ദേശിച്ചത്? അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു സൗന്ദര്യം അല്ലേ? ഇതിനൊക്കെ ഭയങ്കര പൈസ ആവില്ലേ ചേച്ചി? ഇങ്ങനെയുള്ള കുറ്റബോധത്തിൽ അതുണ്ടെന്ന് പറഞ്ഞാൽ മതി. സന്തോഷം. ഇനി നമ്മൾ